ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാം ചാലഞ്ചിങ് തന്നെയാണ്. ഒരാളെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഏൽപ്പിക്കേണ്ടത്. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങനെ നടക്കില്ല. അത് അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ ചിലതൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. 2.5 മണിക്കൂർ തന്നെ നമുക്ക് വളരെ സന്തോഷമായിട്ട് കണ്ടിരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊന്നും തങ്ങി നിൽക്കുന്നില്ല. പാട്ടിന് ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ, മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ നല്ല വരികൾ വേണം. പലതും എനിക്ക് ആസ്വദിക്കാൻ പറ്റാറില്ലെങ്കിലും അല്ലെങ്കിൽ പല എൻ്റെ ഇഷ്ടങ്ങളിൽ പെട്ടതായിരിക്കില്ല എങ്കിൽ പോലും എന്താണ് പുതിയ ലോകത്ത് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. വർഷങ്ങളായിട്ട് സാറ് ഈ ഒരു സിനിമാ മേഖലയിലുള്ള ആളാണ്. അപ്പോൾ ഈ സിനിമേനെ വളരെയധികം അടുത്ത് കണ്ടിട്ടുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ പറയുമ്പോൾ പലരും പറയുന്നുണ്ട് ന്യൂ ജനറേഷൻ മൂവിയെന്നും പണ്ടത്തെ കാലത്തെ മൂവിയെന്നും പണ്ടത്തെ ഇതെന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സാറ് നോക്കി കണ്ടിട്ടുള്ളത് ഈ സിനിമയുടെ മാറ്റത്തെക്കുറിച്ച്? ഈ സിനിമയുടെ സംവിധാനം ടെക്നിക്കൽ സൈഡായിരിക്കാം, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെതായിരിക്കാം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സിനിമ ഇത്രയും വർഷത്തിൽ മാറിയിട്ടുള്ളത് സാറിൻ്റെ കണ്ണിലൂടെ? അല്ല, അത് ഒരു വലിയൊരു ഇതല്ലേ, ഒരു പരിണാമ കഥയല്ലേ. അതൊരു ഒറ്റ വാക്കിൽ പറയാവുന്നതല്ലല്ലോ. ആദ്യത്തെ ബാലനോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ബോയ് മുതൽ ഇന്നത്തെ സിനിമ വരെയുള്ള ആ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നീലക്കുയിൽ പോലുള്ള സിനിമയാണ് മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ല് എന്ന് പറയുന്നത്. പിന്നെ ഓളവും തീരവും പോലുള്ള സിനിമ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ സിനിമകളൊക്കെ ഇപ്പോൾ ഈ ഇൻഡോർ മാത്രമായിരുന്നു ഔട്ട്ഡോർ ആയിട്ട് വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് വരുന്നു. സാഹിത്യകൃതികളെ മാത്രം ഉപയോഗിച്ചിട്ടുള്ളായിരുന്നത് മാറിയിട്ട് അങ്ങനെ അല്ലാത്ത രീതിയിലേക്ക് അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ട് പുതിയ കാലത്തെ സിനിമ എന്ന് പറയുന്നത് ടെക്നിക്കലി ഏറ്റവും ഇമ്പ്രൂവ്ഡാണ്. വളരെയധികം ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളതാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിലും വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ബിഹേവിയറിംഗ് എന്ന് പറയുന്ന രീതിയിലുള്ള അഭിനയം മാറി. അഭിനയിക്കേണ്ട കാര്യമില്ല. പഴയ സിനിമയിൽ ഇപ്പോൾ വേലുത്തമ്പി തളവയെ പറ്റിയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സിനിമകളൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അഭിനയമൊക്കെ വേണ്ടി വരും. ഇതിലിപ്പോൾ അങ്ങനെയൊന്നുമില്ല. സാധാരണ മനുഷ്യർ പെരുമാറുന്ന പോലത്തെ അഭിനയം വരുന്നു. പ്രമേയങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. ഒരു കാലഘട്ടങ്ങളിൽ സമൂഹത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നവോത്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ അശ്വമേധം, തുലാഭാരം, അനുഭവങ്ങൾ പഠിച്ചാൽ അങ്ങനെയുള്ള കുറേ സിനിമകൾ കൊണ്ടുണ്ടായിട്ടുണ്ട്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതൊക്കെ ചില സമൂഹത്തിലെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള പുരോഗമന ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊക്കെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ വെറും കച്ചവടപരമായിട്ടുള്ള സിനിമകൾ, ഒരു ഫോർമുലയ്ക്കനുസരിച്ച് ഒരു വില്ലൻ, ഒരു നായകൻ, ഒരു പ്രേമം, അങ്ങനെ ഉള്ള വെറും ബിസിനസ് ടൈപ്പ് സിനിമകൾ വന്നിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ സിനിമയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം കുറേ കൂടി സിനിമ എന്ന് പറയുന്നതിൻ്റെ ഗ്രാമർ, അത് കുറേ കൂടി ബോധ്യമായിട്ടുണ്ട്. അതൊരു ദൃശ്യകലയാണെന്നുള്ളതും അതിൻ്റേതായിട്ടുള്ള ചില വ്യാകരണം ഉണ്ടെന്നുള്ള രീതിയിലുള്ളൊരു കാഴ്ചപ്പാടും ഒക്കെ ആളുകൾക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം, പല സിനിമകളുടെയും പ്രമേയപരമായിട്ട് അതിൻ്റെ ഒരു കനക്കുറവ്, ഒരു ഗാംഭീര്യമില്ലായ്മ എല്ലാത്തിനല്ല മിക്കവാറും സിനിമകൾക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം 2.5 മണിക്കൂർ തന്നെ നമുക്ക് വളരെ സന്തോഷമായിട്ട് കണ്ടിരിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊന്നും തങ്ങി നിൽക്കുന്നില്ല. പഴയ സിനിമകളിൽ പലതും ഒരു കോമഡി ആണെങ്കിൽ പോലും, ഇപ്പോൾ ജഗതി ചേട്ടനൊക്കെ അതുപോലുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുള്ള കോമഡി പോലും നമുക്ക് എത്രയോ കാലങ്ങൾക്ക് ശേഷം നമ്മളത് ഓർമ്മിക്കുന്നു. ഇപ്പോൾ ഈ മറ്റേ സത്യനന്ദിക്കാടിൻ്റെ സിനിമയൊക്കെ അല്ലേ, എന്താണ് വളരെ ഇതായിട്ടുള്ള അന്തർധാര സന്ദേശം, അതിലൊക്കെ ഉള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങൾ സിനിമയുടെ മൊത്തത്തിലല്ലെങ്കിൽ പോലും ആ സിനിമയിലെ ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതിപ്പോൾ അത്ര വലിയ കലാപരമായിട്ടുള്ള മൂല്യമൊന്നും ഉണ്ടായിക്കൊള്ളതില്ല. അങ്ങനെ തങ്ങി നിൽക്കാവുന്ന ഡയലോഗുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൃശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തമാശകളോ അങ്ങനെ ഒന്നും തന്നെ അധികം ഇല്ല. സിനിമ കഴിഞ്ഞ വളരെ സ്വസ്ഥരായിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന ഒരവസ്ഥ പല സിനിമകൾക്കും, എല്ലാത്തിനും ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടാവാറ്. അത് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കും. പേരുകൾ തന്നെ ഒരു കാലത്ത് ഇംഗ്ലീഷ് സിനിമയുടെ പേരുകളൊക്കെ ഇംഗ്ലീഷ് പേരുകളുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് പേരുകളിടും. പിന്നെ വലിയ പേരുകളുള്ള സമയത്ത് വലിയ പേരുകളിടും. അതൊക്കെ അങ്ങനെ ഒരു അതായത് ഇതൊരു കച്ചവടപരമായിട്ടുള്ള കാര്യം കൂടിയാണല്ലോ. എന്താണ് വിജയിച്ചത്, ആ ഫോർമുല മറ്റുള്ളവരും പിന്തുടരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരുപാട് പരീക്ഷണങ്ങൾ വരുന്നുണ്ട്. വളരെയധികം നമുക്ക് അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള വ്യത്യസ്തതകൾ കൊണ്ടുവരാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
പണ്ടത്തെ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഗാനങ്ങളായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇന്നത്തെ ഗാനം എന്ന് പറയുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ട്രെൻഡിന് മാത്രമുള്ള ഗാനങ്ങളായിട്ടാണ് പലപ്പോഴും നിൽക്കുന്നത്. അതേപോലെ തന്നെയാണെങ്കിലും ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ, കാരണം മ്യൂസിക്കിൻ്റെ ആ ഒരു ബലത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ സാറിൻ്റെ പാട്ടുകൾക്കാണെങ്കിലും ആ കവിത നഷ്ടപ്പെടാതെ എപ്പോഴും നിൽക്കുന്നുണ്ട്, വാക്കുകൾക്കും വരികൾക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡ്, അങ്ങനത്തെ ഇതിലെ എങ്ങനെയാണ് സാറ് നോക്കുന്നത്? താങ്ക്സ് ഫോർ ദ കോംപ്ലിമെൻറ്റ്. അതെന്തല്ലേ, നമുക്ക് 2 തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് വെച്ചാൽ പിന്നെ ഈ ട്യൂണനുസരിച്ച് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അർത്ഥത്തെക്കുറിച്ചൊന്നും വലിയ പിന്നെ ആങ്സൈറ്റി ഇല്ലാതെ ആ ട്യൂണങ്ങ് ഒപ്പിച്ചോടി എന്താ പറയുക, പദപ്രശ്നമൊക്കെ പൂരിപ്പിക്കുന്ന പോലെ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. അത് ഒരുപക്ഷെ അതായിരിക്കും ചിലപ്പോൾ ഈ ഇതിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും. കാരണം അവർക്കത് കേൾക്കും. പല ആൾക്കാരും ഞാനിപ്പോൾ ഈ ട്യൂൺ ചെയ്യുമ്പോൾ തന്നെ പറയാറുണ്ട്, ചില വാക്കുകളൊക്കെ ഇത്ര കടുത്ത വാക്കുകൾ വേണോ, അങ്ങനെ വേണോ, ഇങ്ങനെ വേണോ എന്നൊക്കെ, സാഹിത്യത്തിൻ്റെ വാക്കുകൾ വേണോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല അത്. കാരണം പാട്ടിന് ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ, മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ നല്ല വരികൾ വേണം. നല്ല വരികളില്ലെങ്കിൽ ഇത് വെറും പൊള്ള മുഴക്കം മാത്രമായിട്ട്. ഈ കാലഡോസ്കോപ്പ് അല്ലേ, കുറേ വളപ്പൊട്ടുകളിട്ടിട്ട് കുലുക്കി കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാവും, ഡിസൈൻ ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു മനോഹരമായിട്ട് പുഷ്പം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിന് വേറെ തരത്തിലുള്ള അതിനൊരു ജീവൻ ഉണ്ടായിരിക്കും. ഇത് ജീവനില്ലാത്ത സംഗതിയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ കവിത എഴുതി ചിരിച്ച ഒരാളായതുകൊണ്ടും എൻ്റെ ഒരു തട്ടകം എന്ന് പറയുന്ന കവിത ആയതുകൊണ്ടും ഞാൻ വാക്കുകളധികം ബഹുമാനിക്കുന്നതുകൊണ്ടും അങ്ങനെ തരത്തിലുള്ള ഒരു കുറച്ചും കൂടി എന്തെങ്കിലും പുതിയ തരത്തിലുള്ള സാധനങ്ങൾ വരണം, അർത്ഥമില്ലാത്ത വാക്കുകൾ വരരുത്, വെറും കിലുക്കം മാത്രം ആവരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ മിക്കവരും പോപ്പുലറായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, പാട്ടുകൾക്കാണെങ്കിലും പണ്ടത്തെ ആ ഒരു ചാമില്ല. മലയാളം ഗാനങ്ങളാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു എന്താ പറയുക, അതിൻ്റേതായ ഒരു മലയാള തനിമയില്ല എന്നുള്ളത്. അപ്പോൾ എന്താണ് സാറിന് തോന്നുന്നത് അതിനെക്കുറിച്ച്? അതായത് എല്ലാ കാലത്തും ഉള്ള ഒരു ഒരു ചിന്തയാണത്. പിന്നെ നമുക്കത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുണ്ടാവും. പിന്നെ ക്ലാസിക് എന്നുള്ള സംഗതികളുണ്ട്, അത് ഒരിക്കലും ആവർത്തിക്കപ്പെടില്ല. അത് ഇപ്പോൾ ശാകുന്തളം അതുപോലെ സംഗതി, അതൊന്നും വീണ്ടും എത്ര കാലം കഴിഞ്ഞാലും അതൊന്നും എല്ലാ കാലത്തും അതിങ്ങനെ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പിന്നെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും, അതൊരിക്കലും ഇല്ലാതാവില്ല. അതല്ലാതെ പിന്നെ നമുക്ക് പഴയത് മുഴുവൻ നല്ലത്, പുതിയത് മോശം എന്നുള്ളത് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ഈ പിന്നെ സെൻസിബിലിറ്റിയുടെ ഒരു വിഷയം കൂടി ആയിരിക്കും. കുറേയൊക്കെ പുതിയ തലമുറ ആസ്വദിക്കുന്നത് പഴയ തലമുറയ്ക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഇതിനൊക്കെ അധികം പാട്ടിൻ്റെ കാര്യത്തിൽ പാട്ടുകളധികം നമുക്ക് നമ്മുടെ ഒരു തരം നൊസ്റ്റാൾജിയും മറ്റ് പല കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. പാട്ടുകൾ വെറും ഒരു കലാപരമായിട്ടുള്ള സംഗതി മാത്രമല്ല. ഒരു പാട്ട് നമ്മൾ ആസ്വദിക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരു പാട്ട് ആസ്വദിക്കുമ്പോൾ, ഒരു പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് എൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ കേട്ടൊരു പാട്ടായിരിക്കും അത്. അപ്പോൾ എൻ്റെ ഓർമ്മകൾ ആ കാലഘട്ടത്തിലേക്ക് പോവുകയും അപ്പോൾ അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഒരു അനുഭൂതി എനിക്കുണ്ടായിരുന്നു വരും. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ പാട്ട് കേൾക്കുന്ന കുട്ടികൾക്കും പുതിയ തലമുറയ്ക്കും ആ പാട്ടുകളോടുണ്ടാകുന്ന ഒരു ബന്ധം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിനെ വളരെ ഇതിൽ നിന്നൊക്കെ അടർത്തിയെടുത്തുകൊണ്ട് നമുക്ക് വെറും ഒരു കലാസൃഷ്ടി എന്നുള്ള രീതിയിൽ അതിനെ കാണാൻ പറ്റില്ല. ഇതിൽ കുറേ ഘടകങ്ങൾ അതിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ സംഗീതം അങ്ങനെ മോശപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ ട്രെൻഡുകളുടെ പിന്നാലെ പോകുന്ന ഒരു സ്വഭാവം ആളുകൾക്കുണ്ട്. എന്താണോ ഒരു തരം ഒരു പാട്ട് വിജയിക്കുക അല്ലെങ്കിൽ ഒരു ട്രെൻഡായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ തന്നെ പോവുക, അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് പ്രതിഭയുടെ കുറവ് കൊണ്ട് സംഭവിക്കുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം, പുതിയ പിന്നെ സംഗീതത്തിൻ്റെ പുതിയ മേഖലകൾ കണ്ടെത്താൻ പറ്റണം, അതാണൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെയാണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഈ ട്രെൻഡുകളുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടംപററി ആയിട്ടുള്ള മ്യൂസിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യത്യാസമായിരുന്നു. അപ്പോൾ സാർ എങ്ങനെയാണ് ഈ ഒരു കറണ്ട് ട്രെൻഡും ബാക്കിയൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ എന്നുള്ള എങ്ങനെയാണ് സ്വന്തം അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത്? എങ്ങനെയാണ്? അല്ല, ഞാനെല്ലാം കേൾക്കാറുണ്ട്. പലതും എനിക്ക് ആസ്വദിക്കാൻ പറ്റാറില്ലെങ്കിലും അല്ലെങ്കിൽ പല എൻ്റെ ഇഷ്ടങ്ങളിൽ പെട്ടതായിരിക്കില്ല എങ്കിൽ പോലും എന്താണ് പുതിയ ലോകത്ത് നടക്കുന്നത്, പുതിയ തലമുറയുടെ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ എല്ലാ കാര്യങ്ങളിലും, പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് അപ്ഡേറ്റ് ആയിട്ടിരിക്കാനുള്ള ശ്രമിക്കുമല്ലോ, അങ്ങനെയാണത്. സാർ പേഴ്സണലി കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ എങ്ങനത്തെ ടൈപ്പ്? ഞാൻ എല്ലാ കാലത്തും എനിക്ക് വളരെ പഴയ പാട്ടുകൾ തന്നെയാണ് ഞാൻ ആസ്വദിച്ചിരുന്നത്. പിന്നെ അതുപോലെ ഹിന്ദിയിലാണെങ്കിലും മലയാളത്തിലൊക്കെ ഉള്ള പഴയ പാട്ടുകൾ ആണ് എൻ്റെ ഇഷ്ടപ്പെട്ട വിഷയം. ഗസലുകളൊക്കെ പോലുള്ള കാര്യങ്ങൾ, പിന്നെ മലയാളത്തിലെ പഴയ പാട്ടുകൾ. പിന്നെ മറ്റു പലതും ആസ്വദിക്കാൻ ശ്രമിക്കാറുണ്ട്.
നമുക്കിപ്പോൾ നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ബൗൽ സംഗീതം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിക്കും. പക്ഷേ അത് മുഴുവൻ അറിയാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. എങ്കിലും എൻ്റെ വിനോദം, എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ ഞാൻ ആസ്വദിക്കുന്നത് പഴയ മലയാളം, ഹിന്ദി ഗാനങ്ങളാണ്.